ഈ കാണുന്ന സംഭവം നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല എന്നതൊരു ഫാക്റ്റാണ്. അറ്റ്ലീസ്റ്റ് നമ്മളുടെ സ്റ്റോറിയിലോ സ്റ്റാറ്റസിലോ ഇടുക എന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലും പ്രതികരിക്കുക എന്നത് നമ്മൾ പഠിച്ചത് മറന്നുപോയി എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷേ നമ്മളെ കാലശേഷം നമ്മളെ കുട്ടികളോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിസ്റ്ററികളിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്നത് ഇതായിരിക്കും കാണിക്കുക. ഈ മരിച്ച ശരീരം എന്തെങ്കിലും അസുഖം വന്ന് എല്ലും തൊലിയുമായി മരണപ്പെട്ട അവസ്ഥയിലുള്ള ശരീരമല്ല ഇത്. ഈ മരിച്ച ശരീരം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു മയ്യത്ത് കുറേ നാൾ അങ്ങനെ വെച്ചിട്ട് അസ്ഥിയോടടുക്കുമ്പോൾ ഉള്ള അവസ്ഥയിലുള്ള ശരീരമല്ല ഇത്. മറിച്ച് ഇത് പട്ടിണി കിടന്ന് വെള്ളവും ഭക്ഷണവും കിട്ടാതെ വിശന്ന് വലഞ്ഞ് മരിച്ച ഒരു മയ്യത്താണ്. ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വാർത്തകളിൽ കാണുന്നില്ല. ഒരു രാജ്യം ചെറിയൊരു സ്ഥലം ബൗണ്ടറി ഇട്ട് ലോക്ക് ചെയ്ത് അവിടെ വെള്ളവും ഭക്ഷണവും ബ്ലോക്ക് ചെയ്ത് കുട്ടികളും വൃദ്ധരും സ്ത്രീകളും യുവാക്കളും ഒക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഇന്നും നടക്കുന്നുണ്ട്. സംസാരിക്കാൻ കഴിവുള്ള ലീഡേഴ്സ് ഉണ്ട്, പ്രവർത്തിക്കാൻ കഴിവുള്ള നേതാക്കളുണ്ട്, അവരൊക്കെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ പറയാം. യുദ്ധത്തിനൊരു നിയമമുണ്ട്, സിവിലിയൻസിനെ മാക്സിമം വെറുതെ വിടുക എന്നൊരു നിയമമുണ്ട്. എന്നിട്ട് പോലും ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് പലസ്തീനി സിവിലിയൻസിനെയാണ്. അവരേറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്, വളർന്നു വരുന്ന ടീനേജേഴ്സിനെയാണ്, യുവാക്കളെയാണ്, സ്ത്രീകളെയാണ്. ഈവൻ അംഗവൈകല്യം സംഭവിച്ചവരെ പോലും അവർ വെറുതെ വിടുന്നില്ല എന്നൊരു ഫാക്റ്റാണ്. ഗസയിലുള്ള ജനങ്ങൾക്ക് ശരിക്കും അവരുടെ വയറ് നിറഞ്ഞ് മനസ്സറിഞ്ഞ് തിന്നാനുള്ള അവസ്ഥ ഇല്ലാണ്ടായിട്ട് മാസങ്ങളായി. ഗസയിൽ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് നോക്കുക. അവിടെ ഒന്നും എത്തുന്നില്ല. കാരണം വലിയൊരു ഭരണകൂടം അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെന്താണോ വിചാരിക്കുന്നത് അത് മാത്രമേ കൊടുക്കൂ. മരണം പോലും ഭയമില്ലാതെ പട്ടിണി അത്രത്തോളം സഹിച്ച് ഭക്ഷണത്തിന് ഇവർ ഒരുക്കി കൊടുത്ത ആ ഒരു ചെറിയ പാതയിലൂടെ ഭക്ഷണം വരുമ്പോൾ അത് വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ ഇസ്രായേൽ ഭരണകൂടം വിട്ടുവെച്ചും ബോംബിട്ടും കൊല്ലുന്ന വാർത്തകൾ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കുന്നില്ലേ? അത് 10 നടക്കുമോ 1 2 മാത്രമാണ് കേൾക്കുന്നത്. മനസ്സറിഞ്ഞ് വയറ് നിറഞ്ഞ് ഒരു നേരമെങ്കിലും ഒരു ദിവസം തിന്നാൻ അവർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം. ഇത്രയേ പറയാം.